ഒരു അമ്മയും അച്ഛനും ഒരു സ്ത്രീയും പുരുഷനും ആലോചിക്കാൻ ഒരു കുട്ടി വേണോ എന്ന് പറയുന്ന സമയത്ത് ആ രൂപം കൊള്ളുന്ന സമയം, രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് കുട്ടിയുടെ ജനനം തുടങ്ങി. പിന്നെ ഒരു 9-10 മാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ 27 നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമാന്മാർ 27 നക്ഷത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു നക്ഷത്രം നിനക്കും കിട്ടിയിട്ടുണ്ട്. അന്നേരം ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണമെങ്കിൽ നീ പറയുന്ന ഏത് നക്ഷത്രത്തിലാണെങ്കിലും ജനനം ഉണ്ടാക്കാം. 27 നക്ഷത്രം നീ പറയുന്ന നാഴിക പറയുന്ന രാജയോഗം എല്ലാം പറയുന്ന സമയത്ത് നല്ലൊരു ഡോക്ടർ വിചാരിക്കാമെങ്കിൽ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കൈ തരും അവർ കൊച്ചിനെ. ഒരു സ്വന്തം അച്ഛനും അമ്മയായിട്ട് പോലും സംസാരിക്കാത്ത പിള്ളേരുണ്ട്. ഒരു പെരേടകത്ത് അതൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാ മുറിയിലും പോകാറുണ്ടോ? പോകാറില്ല. ഒരു മുറി തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ 2 കാര്യത്തിന് ഇറങ്ങും, തിന്നാനും ഇതിനും. അങ്ങനെയുള്ള ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ശിവനെന്ന് പറയുന്ന മൂർത്തിഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് ചെന്നാലും കേൾക്കും. നല്ലവൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും, ചീത്തവൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും. അപ്പുറത്തവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതും കേൾക്കും പുള്ളി. അതിനൊരു മൂർത്തി ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് അതിനെ ഒഴിയാൻ വേണ്ടി വേറൊരു മൂർത്തിനെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ആ ഒരു ആചാരപരമായിട്ട് പണ്ട് കണ്ടുവരുന്നതായിട്ടുള്ളത്. ശരിക്കും മൂർത്തിഭാവം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളു, പവർ. പള്ളി ഡെക്കറേഷൻ ചെയ്തിട്ടുമൊക്കെ നിങ്ങളെ കൂട്ടുള്ള മണ്ടന്മാർ പോയി കാശ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതല്ല, മഠത്തിന് പവർ ഉണ്ടാകണമെങ്കിൽ മഠം പോയി കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവിടെയുള്ള മഠാധിപതിനെ മനസ്സിലാക്കണം. പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകണമെന്ന് നോക്കണം. നിങ്ങളുടെ കാശ് മോഹിച്ചാണോ ഇരിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇങ്ങനെ കൈവിഷം ഇവിടെ ഇന്ന വ്യക്തി കൈവിഷം ചെയ്ത് കൊടുക്കപ്പെടും അങ്ങനെയുള്ള ഒരു ബോർഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് എലിക്ക് കൊടുക്കണമെങ്കിൽ അത് ചത്തുപോകും, മനുഷ്യന് കൊടുക്കണമെങ്കിൽ പനി മാറുമെന്ന് പറഞ്ഞു. പക്ഷെ കൈവിഷം ചെയ്ത് കൊടുക്കപ്പെടും ഇല്ലല്ലോ. അതായത് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബോർഡുകൾ ഞാൻ പല. അതായത് ഇതിനകത്ത് വേദങ്ങൾ പഠിച്ചിരിക്കുന്ന 2 രീതിയിൽ വേദങ്ങളിൽ കൊണ്ടുപോകാറുണ്ട്. നല്ല വേദമുണ്ട്, ചീത്ത വേദം ഉണ്ടെന്ന് പറഞ്ഞ പോലെ. നല്ല കാര്യം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. നല്ല കാര്യം ചെയ്ത് കാശുണ്ടാക്കണവനും മോശം കാര്യം ചെയ്ത് കൂടുതൽ നന്നായിട്ട് ജീവിക്കണവനും ഉണ്ട്. മനസ്സിലായ? അതായത് നല്ല കാര്യം ചെയ്യണവന് പേരൊന്നും ഉണ്ടാകത്തില്ല, മോശം കാര്യം ചെയ്യണവന് പേരുണ്ടാവും. അതെന്താ? മോശം കാര്യങ്ങൾ ചെയ്യണവന്. പക്ഷെ കൈവിഷം ചെയ്ത് കൊടുക്കുന്നത് അതൊരു മോശം കാര്യമാണല്ലോ. ഒരുത്തൻ വന്നപ്പോ നിന്റെ അടുക്ക വരികയാണ്, അവനൊന്ന് സഹായിക്കണം. ചേട്ടാ, അങ്ങനെ ഒരു സഹായം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന സഹായല്ലേ? ആണ്. അത് നിനക്ക് തോന്നുന്നുണ്ടോ? അത് തെറ്റാണ്. നിന്റെ ഭാഗത്ത് ഇപ്പൊ നിനക്ക് ഡെയിലി വാദിക്കുക, നിന്റെ വീടിന്റെ വാദിക്ക് കൂടെ രാവിലെ വണ്ടി എടുത്തിട്ട് പോകാൻ വാദിക്ക് അപ്പുറത്തെ വീട്ടുകാരൻ ഒരു കാറ് കൊണ്ടുവന്നിട്ട് പുതിയ കാറ് മേടിച്ചിട്ട് നിനക്ക് ആ സൈഡിൽ കൂടെ പോകാനുള്ള വഴിയുണ്ട്. നീ പറയാണ് ഇനി തൊട്ട് എൻ്റെ വാദിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടരുത്, എവിടെയെങ്കിലും ഒതുക്കി തരണം. അവൻ പറയാം ഞാനിവിടെ ഇടുകയുള്ളൂ. 3 ദിവസം കഴിയുമ്പോൾ നിന്റെ മനസ്സ് വേറെ രീതിയിലേക്ക് ചിന്തിക്കുക. ആ കാറെങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുകയുള്ളൂ. ചിന്തിക്കുക ഇല്ലയോ? ഞാൻ ചിന്തിക്കൂല. അതെന്താ പറയാ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മറ്റേ ഒരു കക്ഷി ഉണ്ടല്ലോ, ഞാൻ ആ പുള്ളിനെ വെല്ലുവിളിച്ചായിരുന്നു. വിശ്വാസം, ഭഗവാനെ വിശ്വാസം ഇല്ലാത്ത, എന്നാ പുള്ളിയുടെ പേര്? രവിചന്ദ്രൻ സാറിനല്ലേ? പുള്ളിക്ക് വിശ്വാസമില്ല. പുള്ളിക്ക് അത് ശരിയാണ്, പുള്ളിക്ക് വിശ്വാസമില്ല. ആ കാര്യത്തിൽ ഞാൻ 100% അംഗീകരിച്ചു കൊടുത്തു. പിന്നെ എന്തിനാ ഇതിനും മാത്രം ക്ഷേത്രങ്ങളും പഴയ ക്ഷേത്രങ്ങളൊക്കെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണി, അവിടെ വല്ല വേറെ കൃഷി എന്തെങ്കിലും തുടങ്ങാൻ പാടില്ല. ചേട്ടാ, അതൊക്കെ വിട്, നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. അതായത് കേക്ക് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവാനാണ് പറയുന്നത്. എനിക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിന്റെ ആൻസറും കിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തുള്ള കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രേതബാധനെ ഒഴിപ്പിക്കുന്ന ഒരാളാണ്. പ്രേതം ഉണ്ടോ ശരിക്കും? പ്രേതം ഇല്ല. പ്രേതം എന്ന് പറയുമ്പോൾ കത്തിച്ച് കളയാനുള്ളതാണ്. അതായത് വെറുതെ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ആത്മാവ് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരാൾ ഈ സാധനത്തിന് ഒഴിവ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കോപ്പറിൽ ഒഴിവ് ചെയ്യാം.
ചിലപ്പോ ബ്രാസിൽ ഒഴിവ്. ഒരു വ്യക്തി മരിക്കുമ്പോ അവിടെ നിന്ന് അയാള് പിന്നെ ഇല്ല, അയാളില്ല, ആത്മാവ് എവിടേക്ക് പോവാനാ? അത് ഞാൻ കാണിച്ചു തരാന്ന്. എന്നെ തെളിയിച്ച ഇവിടെ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല എന്തെങ്കിലും അത് ഞാൻ നോക്കണ്ടേ, പോണതിന് മുമ്പായിട്ട് എന്തായാലും ഞാൻ കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ. അത് ഓക്കെ. അന്നേരം ഈ ഒഴിവ് ചെയ്യുന്നത് ഏതെങ്കിലും മെറ്റലിലായിരിക്കും. ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽ ഉപയോഗിക്കാറുണ്ട്. അതായത് റിങ്ങിലൊക്കെ ഒഴിവ് ചെയ്യാറുണ്ട്, വിളക്കിൽ ഒഴിവ് ചെയ്യാറുണ്ട്. ആ മടത്തിൽ വന്ന് കാണാം ഇങ്ങനെ അടുങ്ങിയിരിക്കുന്ന കാണാം വിളക്ക്. അതായത് ഒഴിവ് ചെയ്ത് എല്ലാവരും റിക്കവറായി അടിപൊളിയായിട്ട് ജീവിക്കുകയാണ് ഇപ്പം. അവരാണ് അവിടുത്തെ പരിപാടികൾ നടത്തണം. ഞാൻ അവിടെ പരിപാടിക്ക് പ്രത്യേകിച്ച് പണപ്പിരിവൊന്നും നടത്താറില്ല. കർത്തവാവ് പരിപാടിക്ക് എല്ലാവരും കൂടെ അവർ തന്നെ പിരിവിട്ട് പരിപാടി നടത്തും. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല എല്ലായിടത്തും കാശ് മേടിക്കണം, ഒരു രസീതിന് ഇത്ര പ്രാവശ്യം മേടിക്കണേ, എനിക്ക് വളരെ ഗംഭീരമായിട്ട് നടത്താം പരിപാടി. അതെന്താണ് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാവാണ്. ഞാൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കാലശേഷവും മൂർത്തിഭാവങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല, അവിടുത്തെ എനർജി ഒരിക്കലും മരിക്കുന്നില്ല, ആൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ല ശബരിമല പഴയ രീതിയാണ്. അതിപ്പോഴും അതിൻ്റെ പവർ എപ്പോഴും അവിടെയുണ്ട്. അതിന് കൂടെ ആഡംബരങ്ങൾ വന്നു. ഇപ്പം അത് ആഡംബരങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വീട്ടിലേക്ക് ഭാര്യയൊക്കെ സ്വർണ്ണമില്ലെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞ ഒരു മണി ഊരി കൊണ്ടുപോയാൽ മതിയല്ല. അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ ഒരുമാതിരിയായി. ഇപ്പോൾ കൊടിമരത്തിൻ്റെ കേസ് കേട്ടായിരുന്നല്ല, കൊടിമരത്തിൻ്റെ താഴത്തുകൂടെ ചെതൽ വന്നെന്നാ പറയണ. ചെതൽ വന്ന് അത് ഊരി അതിൻ്റെ പുറത്തിരുത്തേച്ച കുതിരേനെയും കൊണ്ടുപോയി. മറ്റേ സിനിമയ്ക്ക് ഇപ്പം വെള്ളക്കുതിരയാണോ കറുത്ത കുതിരയാണോ എന്നറിയാൻ മേലാത്തൊരവസ്ഥയിലാണ്. തമാശയാണ്, പക്ഷെ നമുക്ക് ഒരുപാട് വേദനയുണ്ട് ഇതിനകത്ത്. അതായത് ഒരു സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ആർജിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ശക്തികളും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, ഓരോ കുട്ടികൾക്കും വാർദ്ധക്യം പിടിച്ചിരിക്കുന്ന പ്രയോജനം ചെയ്യുന്ന ഒരു പഴയ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ ഇതിൻ്റെ നെഗറ്റീവ്, അതായത് ഇതിനെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത്, നീ പറഞ്ഞില്ല കൂടോത്രം എന്ന് പറയുന്ന സാധനം. അത് കൂടോത്രം എന്ന് പറയുന്നത്, ഗൂഢമന്ത്രം എന്ന് പറയുന്ന സാധനം ശരിക്കും ഇത് ഒഴിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഭാഗം തന്നെ. ഇത് വേറൊരാളുടെ മേത്ത് പ്രയോഗിപ്പിക്കുമ്പോഴാണ് അത് കൂടോത്രമായിട്ട് മാറുന്നത്. മനസ്സിലായേ? അതായത് ഞാനിപ്പോൾ ഒരു എനർജി, ഒരു നെഗറ്റീവ് എനർജീനെ നമ്മൾ ഒഴിപ്പിച്ചെടുക്കുകയാണ്, ഒരു ശരീരത്തിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കുകയാണ്. അത് നിങ്ങൾ നേരിട്ട് കാണാത്തത് കൊണ്ടാണ്. മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വിടുവോ? പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നീ പറഞ്ഞ കൂടോത്രായി. മനസ്സിലായ? അങ്ങനെ പറ്റും. പക്ഷെ നമുക്ക് ചെയ്യാറില്ല. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ. നമുക്ക് നീ കൊണ്ടുവന്ന് 1 കോടി അല്ല 2 കോടി രൂപ തരാന്ന് പറഞ്ഞാലും മറ്റുമ്പോൾ സുജിത്ത് ആശാൻ അത് ചെയ്യത്തില്ല. എനിക്ക് ആ കാശ് കൊണ്ട് ഒരു കാര്യവും നിൽക്കണം. ഞാൻ പറയല്ല, എനിക്ക് ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ 200 രൂപ മതി. 50 രൂപ 60 രൂപ കൊടുക്കണേ ചോറ് കിട്ടും. ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കൈവിഷം കൊടുത്തിട്ട് അയാൾ ആ ഒരു എന്താ പറയാ ജോലിക്കൊന്നും പോവാത്ത ഒരു പയ്യൻ, അതിവിടെ വയറ്റിലല്ലേ? ഓക്കെ. എന്നിട്ട് ഛർദിപ്പിച്ചപ്പോ 6-7 ഇറച്ചി കഷ്ണങ്ങൾ പോയി എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയും സ്റ്റഡി ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയാം, അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് അങ്ങനെ സ്വയം നശിച്ചു പോകുന്നത് വിചാരിച്ചാൽ, ഇപ്പൊ ഞാൻ ഒരാളെ ശപിക്കുക എന്നുള്ള ഒരു സംഭവം, ശപിക്കുക. ഇപ്പൊ എനിക്കിങ്ങനെ പറയാ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ പറയാം, ശപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നീ നശിച്ചു പോട്ടെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ശാപാവില്ല. പക്ഷെ നീ നശിച്ചു പോട്ടെ നമ്മൾ അത്രയും നമ്മുടെ എനർജി മുഴുവൻ എടുത്തിട്ട് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം. അതായത് നല്ലൊരു ഉപാസകൻ ഊതിയാ മതി, ഊതണ്ട. മനസ്സിലായ? അതായത് ഞാൻ മഠത്തിൽ വരുമ്പോ മഠാധിപതി എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നത്, ഒരു ദോഷമുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഊതിയാൽ, ഇങ്ങനെ ഊതിയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ആള് മാറി നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആള് സംസാരിക്കാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ തരാത്തത്? നിങ്ങൾ വീഡിയോ ഇല്ലാതെ നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ മൊത്തം നിങ്ങൾക്ക് കാണാം വിശ്വാസങ്ങൾ എന്താണെന്നും ഇതിനകത്ത് നെഗറ്റീവ് എനർജി കൊണ്ട് എന്തെല്ലാം ദുരിതങ്ങൾ ആ കുടുംബത്തുണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ അവിടെ ഓപ്പണാണ്.
പക്ഷെ ചേട്ടാ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് അത് സൈക്കോളജി ആണ്. അത് പഠിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ബുക്കേ പഠിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. നക്ഷത്രം എന്നാ പറയൂല. പറഞ്ഞോ. അല്ല, ഞാൻ നക്ഷത്രം കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അതറിയാം. നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട, നക്ഷത്രം മാത്രം പറഞ്ഞാൽ മതി. പൂരുരുട്ടാതി എന്നാണ് ജനിച്ചത് എന്നുള്ളത് പറയണില്ല. എന്നാ ഒരു ജനിച്ച ഒരു വർഷം ഉണ്ടാവും, പറയണ്ട. അതായത് അത് കറക്റ്റ് ആണ്, ആ നക്ഷത്രം കറക്റ്റ് ആണ്. അതെനിക്ക് ആണോ ചോദിക്കാം. എന്താ കറക്റ്റ് ആണോന്ന്? നക്ഷത്രം കറക്റ്റ് ആണ്, സമ്മതിച്ചിരിക്കുന്നു. അതൊരു വിശ്വാസമല്ലേ? ഒരു അച്ഛനും അമ്മയും മനസ്സിൽ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്, വൈകുന്നേരം ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് നമുക്കൊരു കുട്ടീനെ വേണം, നമുക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കൊരു കുഞ്ഞു വാവ വേണം എന്നൊരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിൽ തന്നെ തുടങ്ങി ആ കുട്ടിയുടെ ജനനം. അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഭൂമിയായിട്ടാണ് കാണേണ്ടത്. അമ്മേനൊക്കെ ഇപ്പം എടുത്തിട്ട് തോട്ടിയിടുന്ന അവസ്ഥയാണ്, വല്ലയിടത്തും വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ട അവസ്ഥ. അന്നേരം അമ്മയെന്ന് പറയുന്ന ഭൂമിയിലേക്ക് അച്ഛനെന്ന് പറയുന്ന ഭാവം ഒരു വിത്ത് ആ വയറ്റിൽ മുളച്ചു തുടങ്ങിയാണ്. അതായത് ഒരു കുട്ടിയായിട്ട് മാറിയാണ്, രൂപം തുടങ്ങിയാണ്. അന്നേരം ആ കുട്ടിയുടെ ജനനം തുടങ്ങി. അന്നേരം ഒരു അമ്മയും അച്ഛനും, ഒരു സ്ത്രീയും പുരുഷനും ആലോചിക്കാൻ ഒരു കുട്ടി വേണോ എന്ന് പറയുന്ന സമയത്ത്, ആ രൂപം കൊള്ളുന്ന സമയം, രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് കുട്ടിയുടെ ജനനം തുടങ്ങി. പിന്നെ ഓരോ 9-10 മാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ 27 നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമാന്മാർ 27 നക്ഷത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു നക്ഷത്രം നിനക്കും കിട്ടിയിട്ടുണ്ട്. അന്നേരം ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണമെങ്കിൽ നീ പറയുന്ന ഏത് നക്ഷത്രത്തിലാണെങ്കിലും ജനനം ഉണ്ടാക്കാം. 27 നക്ഷത്രം നീ പറയുന്ന നാഴിക പറയുന്ന രാജയോഗം എല്ലാം പറയുന്ന സമയത്ത് നല്ലൊരു ഡോക്ടർ വിചാരിക്കാമെങ്കിൽ ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കയ്യിൽ തരും അവർ കൊച്ചിനെ. സംഭവം മനസ്സിലായ? അന്നേരം ആ പറയുന്ന സമയത്ത് എന്നിട്ട് ജോത്സ്യൻ്റെ അടുക്കൽ പറയാണ്, ജോത്സ്യം നിങ്ങൾ പറഞ്ഞ സമയത്താണല്ലോ കുട്ടി ജനിച്ചത്, എന്നിട്ട് എൻ്റെ മകൻ എന്താണ് അവിടെ കഞ്ചാവ് കേസിനകത്ത്, രാജയോഗം എന്ന് പറഞ്ഞിട്ട് ജയിൽവാസമാണല്ലോ. അന്നേരം ആ ഒരു ജനനപരമായിട്ടുള്ള സമയവും കൃത്യമല്ലത്. അതാദ്യം മനസ്സിലായിക്കോ. ഒരു അച്ഛനും അമ്മ എന്ന് പറയുന്ന ഒരു വില്ലാണ്. പക്ഷെ എന്നെ ഓപ്പറേഷൻ ചെയ്തെടുത്തതൊന്നുമല്ല. അല്ല, ഞാൻ പറയണ ഒരു വില്ലാണ്, അമ്പും വില്ലുമാണ്. ഒരു കുട്ടി എന്ന് പറയുന്ന അമ്പും അപ്പുറത്ത് നിൽക്കുന്ന വില്ലിന്റെ സൈഡിൽ നിൽക്കുന്ന സൈഡ് ബേസ് അത് ഞാനും. ആ കിട്ടിയിരിക്കുന്ന 2 സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചരടിൽ സെൻട്രൽ ഭാഗത്ത് വെച്ച് വിട്ടു കൊടുക്കുന്ന അമ്പ് എന്ന് പറയുന്ന കുട്ടി, അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് മനസ്സോട് കൂടി അത് ഒരു ലക്ഷ്യത്തിൽ അവർ അമ്പ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയുന്നതിന് മേളിൽ അവർ ഉയരത്തിലെത്തും. അതായത് ഒരു അമ്പ ഇത് ആ കുട്ടിയുടെ ജനനപരമായിട്ട്, അതായത് ഒരു ലക്ഷ്യസ്ഥാനത്ത് പോയി എത്തുന്ന കുട്ടി നല്ല രീതിയിൽ, അതായത് അച്ഛനും അമ്മയുടെയും കഴിവുകേട് കൊണ്ട് അവർക്ക് വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ എല്ലാം തലതെറിച്ച് പോവുകയുള്ളു. അതായത് അനുസരണാപരമായിട്ട്, അതായത് വേണോ വേണ്ടോ എന്നുള്ള ചിന്താഗതിയിൽ ഉണ്ടാകുക, അങ്ങനെയൊക്കെ കിട്ടുന്ന കുട്ടികളൊക്കെ എല്ലാം കൂടുതൽ നെഗറ്റീവ് എനർജിയിൽ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിൽ വരുന്നതാണ്, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അപകടാവസ്ഥ വരികയാണ്, ഒരു കുട്ടീനെ ഒരു കാര്യവും ഇല്ലാതെ അബോർട്ട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവും. അതായത് എനിക്ക് കണ്ടുവരാറുള്ളതെല്ലാം 13 വയസ്സിന് ശേഷമാണ് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ നോക്കിയിരിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇത് പിള്ളേരുടെ പഠനത്തെ പ്രശ്നം വരുന്നുണ്ട്, മറ്റു കൂടെയുള്ളവർക്ക് തന്നെ ബാധിക്കാറുണ്ട്. നെഗറ്റീവ് എനർജി ഒരുപാട് ദുരന്തത്തിലേക്ക്, സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടും, ചെലവ് കൂടും, രോഗാവസ്ഥ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ നെഗറ്റീവ് എനർജിയിൽ വരും. അതായത് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു നക്ഷത്രം വെച്ചിട്ടെന്ന് പറയുന്നതിലല്ല കഥയിരിക്കുന്നത്. ആ അച്ഛനും അമ്മയും ആര് വിവാഹം ചെയ്താണെങ്കിലും അവർ മനസ്സോടുകൂടി നല്ലൊരു കുടുംബജീവിതം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ
നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് പോയി നല്ല അന്തരീക്ഷത്തോടു കൂടി ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ഉന്നതപരമായിട്ടുള്ള സമൂഹത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറും. ഇപ്പം കണ്ടുവരാനുള്ള പിള്ളേർ മുഴുവൻ പ്രശ്നമാണ്. വീട്ടുകാർക്കും പ്രയോജനമില്ല, രാത്രി റോഡിൽ കറങ്ങി കിടക്കുക, വീട്ടിലൊന്നും നിൽക്കാറില്ല. ഇപ്പം ഞാൻ കുറ്റം പറയണമല്ല, ശരിക്കും നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായത്തിൽ ഇപ്പോഴത്തെ 8 മണിക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ 8 മണി കഴിഞ്ഞാൽ നമ്മൾ പെര പൂട്ട് വരും. ഇപ്പം 8 മണി കഴിഞ്ഞാലാണ് പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത് പുറത്തിറങ്ങി നേരം വെളുത്താണ് കയറി വന്നത്, എവിടെ പോകണം എന്താണ് എന്നുള്ളത്. അതുമാത്രമല്ല, 2 ആൺപിള്ളേരുടെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടാവും. പെൺപിള്ളേരും അത്ര മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. പല കേസിലും നമുക്ക് വരാറുണ്ട്, കൊച്ചു പിള്ളേർ തന്നെ അബോട്ട് കേസ് വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് അവർ പറയണത് ലിവിൻ ടുഗദറാണ്, അതാണ് ഇങ്ങനെയാണ്. പക്ഷെ അതൊന്നും ശരിയല്ല. നമ്മുടെ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഈ വിശ്വാസം ഇല്ലാത്ത നാട്ടിൽ ഏറ്റവും കൂടുതൽ മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ മാറണം. നല്ല നല്ല സമൂഹത്തെ വളർത്തിയെടുക്കണം. പ്രാർത്ഥനാശീലം ഉണ്ടാണ്. അതാണ് ശരിക്കും വൈകുന്നേരം വിളക്ക് കത്തിച്ചു വെച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കണം. ഭയഭക്തി ബഹുമാനം അത് ബഹുമാനം വേണം. നമ്മളൊരു അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ നമസ്തേ, അതെന്തുകൊണ്ടാണ്? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കാണുമ്പോൾ നമസ്തേ നോക്കുക? ഇല്ലല്ലോ. ഒരു അപ്പുറത്ത് വീട്ടിലെ ചേച്ചിനെ കാണുമ്പോൾ ഹായ്, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനെ കാണുമ്പോൾ അന്നേരം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെതായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും മൈൻഡാറില്ല. ഒരു സ്വന്തം അച്ഛനും അമ്മയായിട്ട് പോലും സംസാരിക്കാത്ത പിള്ളേരുണ്ട് ഒരു പെരേടകത്ത്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ ദോഷം. ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാ മുറിയിലും പോകാറുണ്ടോ? പോകാറില്ല. ഒരു മുറി തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ 2 കാര്യത്തിന് ഇറങ്ങും, തിന്നാനും ഇതിനും. അങ്ങനെയുള്ള ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയൽവക്കത്ത് നിന്ന് നടക്കുന്നത്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ പോലും നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്, മൊബൈൽ വെച്ചിട്ടുണ്ട് ഗെയിം കളിയാണ്. അതായത് ഫീലിങ്സ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ ഉന്നത പഠനപരമായിട്ട്, ഈ ഉന്നത പഠനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഇപ്പൊ ഒരാൾ മരണപ്പെട്ടിട്ട് പിന്നെ നടക്കുന്ന ഈ 3-ാമത്തെ ദിവസമൊക്കെ നടക്കുന്ന 3-ാമത്തെ ദിവസം അതെനിക്ക് കറക്റ്റായിട്ടുള്ള ചടങ്ങില്ല. അതായത് 3 ആള് കൂടിയാൽ പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പൊ അതിന് വേറെ ക്രിയകളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ശരിക്കും അത് ഇല്ലെങ്കിൽ ആ കുടുംബത്തിലെ അത് ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തിലെ അത് ചില ദുർമരണപരമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ക്രിസ്ത്യൻസും മുസ്ലിംസിനുമാണ് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. ഞാൻ ഒരുപാട് കേസ് എടുക്കാറുണ്ട്, ഒത്തിരി വിഷയങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കൽ, അത് 4-ാം വേദം വരെ നിൽക്കുള്ളൂ. അതിന് മേളിലേക്ക്, അതായത് അവർക്ക് മൂർത്തിഭാവങ്ങളൊന്നേ ഉള്ളൂ. മനസ്സിലായോ? ക്രിസ്ത്യൻസ് ഇപ്പോൾ യേശു ക്രിസ്തു, ഇതാണെങ്കിൽ ചന്ദ്രകല, അന്നേരം ഒരു ഇതുമായിട്ടുള്ള മൂർത്തിഭാവങ്ങളിൽ മാത്രം വെച്ചാരാധന. ഇപ്പം നമ്മൾ ഹിന്ദുപരമായിട്ടെന്ന് പറഞ്ഞ് ഒരുപാട് മുട്ടുരാധനം ചോദിക്കും, മുട്ടിന് ഭഗവാന്മാരാണ്. മനസ്സിലായോ? ഇപ്പം ശിവൻ എന്ന് പറയുന്ന മൂർത്തിഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് ചെന്നാലും കേൾക്കും. നല്ലവൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും, ചീത്തവൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും. അപ്പുറത്തവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതും കേൾക്കും പുള്ളി. അതിനൊരു മൂർത്തി ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് അതിനെ ഒഴിവിക്കാൻ വേണ്ടി വേറൊരു മൂർത്തിനെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ആ ഒരു ആചാരപരമായിട്ട് പണ്ട് കണ്ടുവരുന്നതായിട്ടുള്ളത്. ശരിക്കും മൂർത്തിഭാവം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളു, പവർ. അതൊരു എനർജിയാണത്. അത് ആർജിച്ച് ആ ഒരു രീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വ്യത്യാസം. ഇപ്പം നമ്മൾ പറയല്ലോ വണ്ടിയിൽ തന്നെ പല പേരിലെന്ന് പറഞ്ഞ പോലെ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇത് തന്നെയുള്ളു, എയിം എന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ്. ദുർമരണം സംഭവിച്ച ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷനുകൾ, അതായത് 3 റോഡ് കൂടുന്ന സ്ഥലം,
അവിടെ ഒക്കെ ഉണ്ടാവും. അവിടെ പോയി രാത്രി ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു പൂച്ച പെട്ടെന്ന് വട്ടം ചാടി, നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു പൂച്ച പട്ടി എന്തെങ്കിലും വട്ടം ചാടിയ പെട്ടെന്ന് ഒന്ന് എർത്തടിക്കുന്ന പോലെ നെഗറ്റീവ് വന്നിട്ട് പിന്നെ റിക്കവർ ചെയ്ത് വരും, ഒരു ഭയം എന്ന് പറയും. അതേപോലെ നമുക്കൊരു നെഗറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. അതാണ് മണിച്ചിത്രത്താഴ് സിനിമയുടെ ആ പെണ്ണ് വാതിൽ തുറക്കുമ്പോൾ തുമ്മണ കണ്ടിട്ടില്ല. ഈ തുമ്മൽ മാറാത്തവർക്ക് പ്രേതബാധ വിഷയമുണ്ടാവും, തുമ്മലും ചുമയും. ചേട്ടൻ എന്തൊക്കെയോ പറയുന്നത്. തമാശ പറഞ്ഞല്ല, ഞാൻ വെറുതെ നമ്മളൊരാൾ ഇപ്പോൾ ഒരു വിഷയം നമ്മൾ പറയാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയവനല്ല, ഞാൻ ആൾ ദൈവം അല്ല. തുമ്മണ ആൾക്കാരിൽ പ്രേതബാധ ഉണ്ടാവും. ഡസ്റ്റ് അലർജി ആയതുകൊണ്ടായിരിക്കും. ഡസ്റ്റ് അലർജി മാത്രമല്ല, ഇത് കഴിഞ്ഞ് അവർക്ക് പിന്നെ തുമ്മലേ ഇല്ല. അതായത് അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും. അതായത് കണ്ണിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ചേട്ടന്റെ കണ്ണ് എന്തുകൊണ്ടാ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? ഇതാണ് രണ്ടും. എൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് കഴിഞ്ഞ ദിവസം പ്രേതബാധ കഴിഞ്ഞ് വന്ന വഴി ഒരു കീറ് കിട്ടിയതാണ്. എന്ത് കീറ്? ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ കേടുപാടൊക്കെ വരാറുണ്ട്. അതായത് വണ്ടടിച്ച്. വണ്ടോ? അത് സാധാരണ ഏതൊരാൾക്കും കിട്ടുന്നത് തന്നെയല്ലേ? വണ്ടടിച്ചെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് കണ്ണിന് പെട്ടെന്ന് ഇത് വരും, അതായത് പാസ് ചെയ്യുന്ന സാധനം. പക്ഷെ പല ആൾക്കാരും കുറെ ഇന്റർവ്യൂവില് പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ കഞ്ചാവ് പിടിച്ചിട്ട്. ആണോ? ഞാൻ കഞ്ചാവ് വലിക്കാറ്, സിഗരറ്റ് വലിക്കാറില്ല. അതുകൊണ്ടാ ഞാൻ മുറുക്കാറുണ്ട്. ശരിക്കും ആദ്യം ചേട്ടന്റെ കണ്ണ് ഇതുപോലെയല്ല. അതായത് എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്റെ കൂടെ നടക്കണം. അല്ല, ശരിക്കും ഞാൻ സീരിയസ്ലി ചോദിക്കുന്നത് മറ്റൊരു തരത്തിലും അല്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആൾക്കാര് ഓരോ ഡേ ബൈ ഡേ ആകുമ്പോ അവരിങ്ങനെ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ കണ്ണില് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടന്റെ കണ്ണ് പറയും. അതായത് 7-6 സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്ത് ബോധിധർമ്മനായിട്ട് നോക്കണുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഇതിന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും, ദൂരത്തിരിക്കുന്നവരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഇതിങ്ങനെ ഒരു പോയിന്റിലോട്ട് അതിങ്ങനെ ചെറുതായിട്ട് തലയൊക്കെ അനങ്ങുള്ളൂ. ഉപാസന എടുത്തിരിക്കുന്നവര് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അവർക്കറിയാം ഞാൻ എന്നാ പറഞ്ഞത്. അത് ഉപാസന എടുത്തിരിക്കണവരാ. അറിയാൻ മേലാത്തവര് ട്രോളന്മാരല്ലേ, ട്രോളന്മാരെന്ന് പറയണവരെ എനിക്ക് കിട്ടണം. എനിക്ക് ട്രോളന്മാരൊക്കെ കുറെ പേരെ അറിയാം. ട്രോളന്മാരെ വെല്ലുവിളിക്കുകയാണ് ഈ ചേട്ടൻ. അപ്പൊ എടുത്തോ. ട്രോളന്മാരെ വെല്ലുവിളിക്കണതല്ല, ഇവന്മാരെ കിട്ടിയാൽ ഇവന്മാരെ നേരിട്ട് കാണിച്ചു കൊടുക്കണം. അതായത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണം. ആയിക്കോട്ടെ, അതിനകത്ത് നല്ലതാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവരുടെ കുടുംബത്ത് ആ ഒരു വിഷയം ഉണ്ടാകണം. കാര്യം മനസ്സിലായ? ഞാൻ പറഞ്ഞല്ല, എനിക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് പരസ്യം ചെയ്യണമെന്ന് താല്പര്യമില്ല. എൻ്റെ മണം പരസ്യം ചെയ്തിട്ട് എനിക്ക് 10 പേരെ കൂട്ടി എനിക്ക് കുറേ സമ്പാദ്യം ഉണ്ടാക്കി എനിക്ക് പിന്നെ ബെൻസും കാറും ഇത് ഒരാവശ്യമില്ല എനിക്ക്. എൻ്റെ മടത്തി വന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാം, എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പൊ നെഗറ്റീവ് എനർജി ഉണ്ടോ? ഇവിടെ ഞാനൊന്ന് വന്നതാണ് ഇവിടെ നേരത്തെ. ഇവിടെ മീൻസ് അപ്പോ ആൾക്കാർ മാറ്റല്ലേ, ഇത് വേറെ ആൾക്കാരാണല്ലോ. നെഗറ്റീവ് എനർജി ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതായത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ നമുക്കൊരു എരിച്ചിലുണ്ടാവും. മനസ്സിലായോ? പോസിറ്റീവ് എനർജി ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കും ശ്വാസം വലിക്കാം. പിന്നെ അധികം നേരം ഇരിക്കുകയാണ് നമ്മൾ. അതായത് നമ്മള് വലിയ മണികൊണ്ടാരം പോലത്തെ വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ വെച്ചിട്ടിട്ട് മുറിയിടത്ത് കിടക്കാൻ പറ്റിയല്ല, അതിനകത്ത് ഇരിക്കാൻ പറ്റിയല്ല, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടോട് ചാടി പുറത്തിറങ്ങും. അങ്ങനെയുള്ള വീടുകളുണ്ട്. അങ്ങനെ പല ആൾക്കാർ പറഞ്ഞിട്ട് അത് ഞാൻ പോയി ഒഴിവ് ചെയ്ത് കൊടുക്കാറുണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടാ. അതായത് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറുന്നതിൽ പ്രശ്നമില്ല, ഒരു വെട്ടം വീണ പോലെ അതിനകത്ത്. ഞാൻ ഒത്തിരി സ്ഥലത്ത്, ഞാൻ തിരുവനന്തപുരം പോലെ കണ്ണൂർ വരെ ഒഴിവിട്ടുണ്ട്. ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞത്, രാത്രി എനിക്ക് ഒഴിവിനാ ഞാൻ പോണത്. ഇവിടെ ഇപ്പൊ ആരല്ല നെഗറ്റീവ് എനർജി പറയാൻ പറ്റുമോ? എന്റെ തന്നെ പറയും ഇപ്പൊ. ഏതാ നിനക്കൊണ്ടല്ല, ഞാൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല ഒട്ടത്ത്. ഇല്ലെങ്കിൽ എന്റെ മുമ്പിൽ വന്നിരിക്കത്തില്ലല്ലോ.
എൻ്റെ മുമ്പിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനർജിയിൽ വിഷയമുള്ളവർക്ക് മാത്രമേ എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ അടുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നെ തേടി വരുന്നത് അവർക്ക് വിഷയമുള്ളവരാ. അത് ഞാനൊരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാം ആ ഒരു ലക്ഷ്യത്തോടുകൂടി ആണല്ലോ ആണല്ലോ. അതായത് രക്തദൂഷ്യപരമായിട്ടുള്ള അസുഖം നിനക്കുണ്ട് ഇല്ല. ആദ്യമേ പോയി ഒന്ന് തൊണ്ട ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്ക്. ഇല്ല, ഇതെനിക്ക് പണ്ടേ അങ്ങനെയുള്ളതാ. അല്ല, ഒന്ന് ചെക്ക് ചെയ്യിക്ക്. ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യിക്ക്. നിന്റെ മൂക്കിന്റെ പാലത്തിന് ബെൻഡുണ്ട്. ജലദോഷം ഉണ്ടോ? ഇല്ല. വലിച്ച് ഒരു ഈ ഇപ്പുറത്തെ മൂക്ക് അടച്ച് ഒരു മൂക്ക് അങ്ങനെയല്ല, ഇങ്ങനെ വെറുതെ അടങ്ങ് വലിച്ചേ. ഇപ്പുറത്ത് വെച്ചേ. അടഞ്ഞല്ലേ ഇങ്ങനെ? ഒന്നുമല്ല, അതടഞ്ഞായിരിക്കണം. എനിക്ക് നിങ്ങളുടെ മൂക്ക് പരിശോധിക്കേണ്ട കാര്യം ഞാൻ ഡോക്ടറല്ല. ഈ രക്തദൂഷ്യപരമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തലവേദന ഉണ്ടാവും, ഉറക്കത്തിന്റെ വിഷയം ഉണ്ടാവും, തലവേദന ഉണ്ടാവാറുണ്ട്, മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട്. ഉണ്ട്. അത് മൈഗ്രെയിൻ അല്ല, നിങ്ങൾക്ക് ചെറിയ നെഗറ്റീവ് എനർജി ഇരിക്കണം. അതുകൊണ്ടാണ് ഈ കണ്ണിന്റെ താഴത്തൊരു കുഴിവ് നിൽക്കുന്നത്. ഇതോ? നിനക്ക് ഒരു പവർ തന്നാൽ നീ താഴ്ത്തു പോകും. എന്നാ ഇപ്പൊ തന്നു നോക്കോ? നോക്കാം. അതായത് ഒരു നമ്മൾ പറയാറില്ലേ, ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾക്ക് നമ്മൾ, അതായത് ഒരാൾ ദാഹിച്ച് കിടക്കുമ്പോൾ വേണം, അതായത് ഒരു വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ വേണം അവരെ വെള്ളം തെളിച്ച് ഉയർത്തിയെടുക്കാനെന്ന് പറയണം. അത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര എൻ്റെ എല്ലാം പരസ്യമിടാങ്കില്ലേ ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ അവിടെ വരും. അവിടെയൊന്നും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലക്കുറവാണ്. അല്ലാതെ തന്നെ വണ്ടി റോഡിൽ പുതിയ മഠം തുടങ്ങും. ഇതെന്നെ പെട്ടിക്കട മഠം തുടങ്ങാനായിട്ട്. എനിക്ക് ചേട്ടനെ ആരാധിക്കുന്ന കുറെ ആൾക്കാരില്ലേ, അപ്പൊ അവരെല്ലാരും കൂടി എന്നെ. പെരയുടെ മേളിലൊക്കെ മഠം വെച്ച സ്ഥലമുണ്ട്. പെരയുടെ മേളിലാണ് ഇവിടെ വൈറ്റിലയിൽ പെരയുടെ മേളിലല്ലേ മഠം. അവിടെ ആൾക്കാർ പോകുന്നുണ്ടോ? അങ്ങനെ അല്ലടോ. മഠം എന്ന് പറയുന്ന സ്ഥാനത്തിന് അതിനൊരു സ്ഥാനം ഉണ്ടാകണം, മണ്ണുമായിട്ട് ബന്ധം ഉണ്ടാകണം, ഷടാധാരമായിരിക്കണം, ജലത്തിൽ നിന്നും ശിലയായിട്ട് ബന്ധം ഉണ്ടാകണം. ഒരു ഇടിമിന്നൽ വന്നാൽ അത് നെഗറ്റീവാക്കി കളയണം അവിടെ, അല്ലെങ്കിൽ അവിടെ നിൽക്കണതൊക്കെ പൊളിച്ചു കളയും. ഞാനിപ്പോ ഒരു പെരയുടെ മേളിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് ഒക്കെ നിങ്ങളെ കൂട്ടുള്ള മണ്ടന്മാർ പോയി കാശ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതല്ല, മഠത്തിന് പവർ ഉണ്ടാകണമെങ്കിൽ മഠം പോയി കണ്ടുപിടിക്കണം. അത് അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവിടെയുള്ള മഠാധിപതിനെ മനസ്സിലാക്കണം. പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകണമെന്ന് നോക്കണം. നിങ്ങളുടെ കാശ് മോഹിച്ചാണ് ഇരിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലായ? മഠത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അവിടെ പവർ ഉണ്ടോ നിങ്ങൾ പോയി കാണണം, മനസ്സിലാക്കണം. നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നിങ്ങളുടെ പ്രശ്നം പരിഹാരം എടുപ്പിക്കാവുള്ളൂ. ഞാനിപ്പോ ഒരാളെ പറയാം, അപ്പോ അവർക്കെതിരായിട്ടാണ് ക്രിയ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞ ചേട്ടൻ ചെയ്യോ? ആർക്ക് ചെയ്യോ? പ്രധാനമന്ത്രി. ഇല്ല, ഇപ്പൊ ട്രംപിനെതിരായിട്ട് ചെയ്യാൻ പറഞ്ഞാ ചെയ്യോ? ഞാനൊരു കാര്യം ചോദിച്ചോ? അല്ല, ഞാനൊരു കാര്യം ചോദിട്ടെ, നിനക്ക് പുള്ളിയായിട്ട് വല്ല വൈരാഗ്യം ഉണ്ടോ? ഇപ്പൊ പല പ്രശ്നങ്ങളും നടക്കുന്നില്ലേ നമുക്കായാലും. പിന്നെ അതേപോലെ ഇപ്പൊ ഇറാനിലുള്ള സംഭവങ്ങൾ, ഈ 2 ആഴ്ച കൊണ്ട് 4000-ലധികം ആൾക്കാർ. നീ വിവാഹം ചെയ്തതാണോ? ചേട്ടൻ ഈ കാര്യം അല്ല, ഞാൻ നീ വിവാഹം ചെയ്തതാണോ? ആണോ? എന്നാ പുള്ളിക്ക് എന്താ ജോലി? ചേട്ടൻ ഇപ്പൊ അല്ല, ഞാൻ ചോദിച്ചു, ഇത് ചെയ്യണതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനൊരു ട്രംപിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിനെ വെച്ചിട്ട് നാളെ അവർ എന്നെ കൊല്ലാൻ വരട്ടെ. ഇനി നിന്റെ അറിവ് ഇപ്പൊ എന്റെ അറിവിൽ നിന്നല്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ, അതിപ്പോ ആഭിചാരം ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോ അത് നമ്മുടെ സമൂഹത്തിന് ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ തെളിയിച്ചു തരാം. ഞാൻ ചോദിച്ചത്, നിന്റെ വീട്ടിൽ നിന്റെ ഹസ്ബൻഡ് ഉണ്ടോ? അതിന് ആൾക്കെതിരായിട്ടൊന്നും ചെയ്യണ്ട. ഇല്ല, ഞാൻ അതെല്ലാം മാറ്റി ഒരാഴ്ച നീയായിട്ട് പിരിച്ചിരിക്കാനുള്ള ചെയ്തു തരാം. എന്താ ചേട്ടാ ഇത്? അതുപോലെ ഒരാഴ്ച നിന്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആക്കി തരാം.